വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSKTU നേതൃത്വത്തിൽ എലവഞ്ചേരി വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. KSKTU जिंदाबाद, धरना समरम जिंदाबाद, धरना समरम जिंदाबाद, इनकुलाब इनकुलाब इन വയോധികരെ വഞ്ചിക്കരുത്, ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണാ സമരം. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം M. രാജൻ ഉദ്ഘാടനം ചെയ്തു. സഖാവ് നാനാരുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് കർഷക തൊഴിലാളിക്ക് പെൻഷൻ ഏർപ്പാട് ചെയ്തത്. ആ പെൻഷൻ കൊടുക്കുന്ന സന്ദർഭത്തിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്നിട്ടുള്ള ശ്രീമാൻ കരുണാകരൻ അന്ന് നിയമസഭയ്ക്കകത്ത് പറഞ്ഞത് ഈ പെൻഷൻ കൊടുത്തുകൂടാ, ഈ പെൻഷൻ സ്വാഭാവികമായും പ്രത്യുത്പാദനപരമല്ല, ഇത് ഖജനാവിന് നഷ്ടം വരുത്തുന്നതാണ്, ഇത് കള്ളു കുടിക്കാനും ദൂർത്തടിക്കാനുമേ ഉപകരിക്കൂ എന്ന് സവിസ്തരം അസംബ്ലിക്കകത്ത് പറഞ്ഞപ്പോൾ സഖാവ് നായനാർ പറഞ്ഞു, ഈ 60 വയസ്സുവരെ പ്രായത്തിൽ തൻ്റെ ജീവിതത്തിൻ്റെ രക്തം മുഴുവൻ സാധാരണ കേരളീയ സമൂഹം ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അരിയാഹാരത്തിനു വേണ്ടി കൃഷിക്കാരോടൊപ്പം നിന്ന് അവരുടെ കൂടെ തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഈ കേരളീയ സമൂഹത്തിലെ മുഴുവൻ ആളുകൾക്കും അരി ആഹാരം കഴിക്കുന്നതിന് വേണ്ടി സൗകര്യമുണ്ടാക്കി കൊടുക്കുന്നതിൻ്റെ തൻ്റെ ജീവിതം മുഴുവൻ ഉപയോഗിച്ച് വാർദ്ധക്യമാകുന്ന സന്ദർഭത്തിൽ അവർക്കൊരു ചെറിയ പെൻഷൻ കൊടുക്കണമെന്ന ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ നിന്നും ഒരു കാരണവശാലും പിന്നോട്ട് പോകുന്നില്ല, അത് കൊടുക്കുക തന്നെ ചെയ്യും എന്ന് കരുണാകരൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു നേടിയിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റാണ് കേരളത്തിൽ ക്ഷേമ പെൻഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. K. മണികണ്ഠൻ അധ്യക്ഷനായി. K. ശിവരാമൻ, PN വിശ്വനാഥൻ, TK പരമേശ്വരൻ, K. കുട്ടി, K. കുട്ടികൃഷ്ണൻ, A. ജയപ്രകാശ്, G. ബിനു എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.